നമ്മൾ റോൾസ് ലോ പരിചയപ്പെട്ടതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ റോൾസ് ലോയെ ഡാൽട്ടൺസ് ലോ പാർഷ്യൽ പ്രഷറിലൂടെ അപ്ലൈ ചെയ്യാൻ പോകും. എന്താ പറഞ്ഞത്? റോൾസ് ലോയെ ഡാൽട്ടൺസ് ലോ പാർഷ്യൽ പ്രഷറിലൂടെ അപ്ലൈ ചെയ്യാൻ പോകും. ഓക്കെ, ഡാൽട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ അനുസരിച്ച് ഡാൽട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ അനുസരിച്ച് P total എന്ന് വെച്ചാൽ വരുന്നു P total is equal to P1 plus P2. P total is equal to P1 plus P. നമ്മുടെ റോൾസ് ലോ എന്ന് പറയുന്നത് P1 is equal to P01 chi1, അതുപോലെ P2 is equal to P02 chi2. ഈ രണ്ട് വാല്യൂവും ഞാൻ ഡാൽട്ടൺസ് ലോയോട് അപ്ലൈ ചെയ്യാൻ പോകും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെച്ചാൽ P total is equal to എന്താണ് P1 വരെ കൊടുക്കണം P01 chi1 plus P2 വരെ കൊടുക്കണം P02 chi2. P total is equal to P01 chi1 plus P02 chi2. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കേസാണ് chi1 plus chi2 is equal to 1 ആണ്. chi1 plus chi2 is equal to 1. ഇങ്ങനെയാണെങ്കിൽ chi1 എന്തായിരിക്കും? chi1 is equal to 1 minus chi2. chi1 is equal to 1 minus chi2. ഈ വാല്യൂ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാ. എന്തിനാ വാല്യൂ അപ്ലൈ ചെയ്യുന്നത്? chi1 ന്റെ വാല്യൂ അപ്ലൈ ചെയ്യാൻ പോവാ. നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഇക്വേഷൻ കിട്ടുന്നത് വെച്ചാൽ P total is equal to P01 chi1 വരെ എന്താണ്? chi1 വരെ 1 minus chi2 plus P02 chi2. ഈ ഇക്വേഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്യട്ടെ. റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വെച്ചാൽ P total is equal to 1 into P01 എങ്ങനെ എഴുതാം? P01 plus ശ്രദ്ധിച്ചോണേ, നമ്മുടെ ഒരു P02 chi2 വരും. അല്ല, നമ്മളിവിടെ വരുന്ന കേസ് എന്ന് വെച്ചാൽ ഇവിടെ P01 chi2 വരുന്നില്ലയോ, അതല്ല ഇവിടെ P02 chi2 വരുന്നില്ലയോ. ഈ രണ്ട് കേസിൽ നിന്നും ഞാൻ chi2 കോമൺ ആയിട്ട് എടുക്കണം. ഏതാ കോമൺ ആയിട്ട് എടുക്കുന്നത്? chi2 കോമൺ ആയിട്ട് എടുക്കുന്നു. ബാക്കി എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു P02 ഉണ്ട്, അതിൽ ഇവിടെ എന്തുണ്ട്? മൈനസ് P01 ഉണ്ട്. ഈ ഇക്വേഷനെ ഈ രീതിയിലും മോഡിഫൈ ചെയ്യും. ഒന്നുകൂടെ പറയാം. P total is equal to P1 plus P2. നമുക്കറിയാം P1 is equal to P01 chi1, P2 is equal to P02 chi2. അതേപോലെ തന്നെ chi1 plus chi2 is equal to 1, chi1 is equal to 1 minus chi2. P1 വരെ P01 chi1, P2 വരെ P02 chi2. പിന്നീട് chi1 വരെ കൊടുക്കുന്നു 1 minus chi2 കൊടുക്കുന്നു. പിന്നീട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ വരുന്നത് ഇങ്ങനെയാണ്. നമ്മളോട് എഴുതാം P01 മൈനസ് P01 chi2. ഇനി ഇവിടെ എന്തുണ്ട്? പ്ലസ് P02 chi2. ഇവിടുന്ന് റീഅറേഞ്ച് ചെയ്തതാ. അങ്ങനെ റീഅറേഞ്ച് ചെയ്തത് P01 പ്ലസ് P02 മൈനസ് P01. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള chi2 പുറത്തു വരും. ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് എക്സാമിന് അധികം ചോദിച്ചിട്ടൊന്നുമില്ല, ഈ ഇക്വേഷൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് വേണമെങ്കിൽ എക്സാമിന് വരയ്ക്കാൻ ചോദിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ ഗ്രാഫ് വരയ്ക്കുന്ന വെച്ചാൽ എക്സിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ മോൾ ഫ്രാക്ഷൻ എടുക്കുന്നത്. മോൾ ഫ്രാക്ഷൻ എടുക്കുന്ന അതല്ല വൈയില പാർഷ്യൽ പ്രഷർ എടുക്കും. ഇവിടെ chi1 ന്റെ മോൾ ഫ്രാക്ഷൻ ഞാൻ ഇവിടുന്ന് എടുക്കാൻ പോവാ. chi1 എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ ഇവിടെ 0 ആണെന്നിരിക്കട്ടെ. ഈ ഭാഗത്ത് എന്താണ് 0 ആണെന്നിരിക്കട്ടെ. ഈ 0 കൂടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് chi1 എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ 1 ആയിരുന്നു. ഇനി അടുത്ത chi2 എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ. chi2 എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷന്റെ സ്റ്റാർട്ടിങ് ഞാൻ ഇവിടെ എടുക്കാൻ പോവാ. chi2 എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ ഇവിടെ 0 ആണെന്നിരിക്കട്ടെ. ഈ 0 കൂടി മാക്സിമം ഈ എൻഡ് പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് chi2 എന്ന് പറയുന്നത് 1 ആയി. ഇനി ഈ രണ്ട് കേസിലും എങ്ങനെയാണ് പാർഷ്യൽ പ്രഷർ വേരി ചെയ്യുന്നത്? ആദ്യം ഫസ്റ്റ് ഗ്രാഫ് വരയ്ക്കാം.
കൈവന്റെ കേസില് നമുക്ക് ഏകദേശം ഗ്രാഫ് കിട്ടുന്നത് ഏകദേശം ഗ്രാഫ് നമുക്ക് ഈ രീതിയിലൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഗ്രാഫ്. അതേപോലെ തന്നെ നെക്സ്റ്റ് കേസിൽ എങ്ങനെ ഗ്രാഫ് കിട്ടുന്നത് നോക്കാം. നെക്സ്റ്റ് കേസിൽ പാർഷ്യൽ പ്രഷർ ഒരുപാട് കൂടി പോകുന്നു ഇരിക്കട്ടെ കൈപ്പിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ ഈ പീക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് പോയിരിക്കട്ടെ. ഇവിടെ കൈവൺ 0 കൈവൺ കൂടി ഇരിക്കുന്നത് കൈവന്റെ കേസിലുള്ള ഗ്രാഫ് ഇതല്ലയോ. അതുകൊണ്ട് ഈ ഗ്രാഫിന്റെ ഇവിടെ എന്ത് എഴുതാം? ആ കേസിൽ കിട്ടിയത് P1 ആണ്. രണ്ടാമത്തെ കേസിൽ ഈ ഗ്രാഫിൽ കിട്ടിയത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. P2 കൊടുക്കാം. ഇനി ഈ രണ്ട് ഗ്രാഫിന്റെയും ടോപ്പ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്നാലും ഒരു ഗ്രാഫ് കിട്ടത്തില്ല, ലൈൻ കിട്ടത്തില്ല. ഈ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ പറയുക അത് P ടോട്ടലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ P ടോട്ടൽ എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും? P ടോട്ടൽ എന്ന് പറയുന്നത് P1 പ്ലസ് P2 ന് തുല്യമായിരിക്കും. P1 പ്ലസ് P2 ന് തുല്യമായിരിക്കും. അതേപോലെ കൈവൺ ഗ്രാഫിന്റെ കേസിൽ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലേ, ഈ ഒരു പോയിന്റ് P01 ആയിരിക്കും. അതല്ല കൈറ്റുവിന്റെ ഗ്രാഫിന്റെ കേസിൽ ഈ ഒരു പോയിന്റ് P02 ആയിരിക്കും. ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷറിന്റെ കേസിൽ ഞാൻ ഗ്രാഫ് വരച്ചേക്കുക. എന്തുവാ എക്സിൽ നിന്നൊക്കെ എടുത്ത് കൈവൺ 0 ൽ നിന്ന് 1 ലോട്ട് മാറുന്ന ആ കേസിൽ ഒരു ഗ്രാഫ് കിട്ടി. ആ ഗ്രാഫ് P1 ആണ്. അടുത്ത കേസിൽ അടുത്ത ഗ്രാഫ് കിട്ടി, അത് P2 ആണ്. ഈ രണ്ട് പോയിന്റ് P01 അതല്ല P02 ആണ്. ഈ ടോപ്പ് പോയിന്റുകളെ തന്നെ കണക്ട് ചെയ്താൽ കിട്ടുന്നത് P ടോട്ടലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ P ടോട്ടൽ എന്ത് തുല്യമാണ്? P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 ന് തുല്യമാണ്. P1 പ്ലസ് P2 ന് തുല്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡാൽട്ടൺസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഡാൽട്ടൺസ് ലോ നിങ്ങൾ സ്റ്റേറ്റ് ഫോമാറ്റിനകത്ത് പഠിച്ചോ? ഡാൽട്ടൺസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്താണ് ഡാൽട്ടൺസ് ലോ? തമ്മിൽ റിയാക്ട് ചെയ്യാത്ത കുറെ ഗ്യാസിന്റെ മിക്സ്ചർ എടുത്താൽ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അവയുടെ പാർഷ്യൽ പ്രഷറിന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അവിടെ ടെമ്പറേച്ചറും വോളിയം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ ആണ് P total is equal to P1 plus P2. അവിടെ നമ്മളുടെ റോൾസ് ലോ ഒക്കെ അപ്ലൈ ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത ഇക്വേഷൻ ഒക്കെ കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് ഏതായിരുന്നു? നമ്മളെ വേപ്പർ പ്രഷറിനെ കുറിച്ച് പറഞ്ഞു. ഏതിന്റെ വേപ്പർ പ്രഷർ ആയിരുന്നു? ലിക്വിഡും തമ്മിൽ മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന കേസാണ് പഠിച്ചത്. അതൊക്കെയായിരുന്നു ലിക്വിഡും തമ്മിൽ മിക്സ് ചെയ്ത് വോളറ്റൈൽ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന കേസ് പഠിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ലോയും വന്നു? റോൾസ് ലോയും വന്നു. ഇനി നെക്സ്റ്റ് കേസാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാല് ഞാനൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ ഉണ്ടാക്കും. നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ഈ ഒരു കേസിൽ എങ്ങനെയാണ് വേപ്പർ പ്രഷർ വരുന്നത്? ഓക്കെ, ഒരു സോൾവെന്റ് അതിനകത്തേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യും. നോൺ വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്തുവാ? നന്നായിട്ട് ലയിക്കൊന്നുമില്ല, പെട്ടെന്ന് വേപ്പറായിട്ട് പോവുകയൊന്നുമില്ല. അതെ, ഞാൻ അടുത്ത സോൾവെന്റ് മാത്രം ആദ്യം എടുത്ത് വെച്ചേക്കും. അതെ, ആ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം സോൾവെന്റ് മാത്രമാണ് എടുത്തത്. സോൾവെന്റ് മാത്രം എടുത്താൽ അതിന്റെ സർഫസിൽ ആകെ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അതിന്റെ സർഫസിൽ അതിന്റെ സോൾവെന്റ് മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. സോൾവെന്റ് മോളിക്യൂൾ മാത്രമേ ഉള്ളത് കൊണ്ട് ഈ മോളിക്യൂൾസ് എല്ലാം വേപ്പറായിട്ട് മാറും. ഈ വേപ്പർ എല്ലാം അതിന്റെ മുകളിൽ പ്രഷർ ഉണ്ടാക്കും. അതിനെ പറഞ്ഞാണ് വേപ്പർ പ്രഷർ. എല്ലാ മോളിക്യൂൾസും വേപ്പറായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ വേപ്പർ പ്രഷർ ഇവിടെ കൂടുതലായിരിക്കും. ഇനി ചെയ്യാൻ പോകുന്ന കേസ് ഇതിലോട്ട് ഞാൻ എന്തോ ആഡ് ചെയ്യാൻ പോവുക? നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ പോവുക. അതെ, ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ പോവുക. ഞാൻ ആഡ് ചെയ്തേ, ഇതിനകത്തോട് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തോ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ സർഫസിലെ സോൾവെന്റ് മോളിക്യൂൾ മാത്രമാണോ? അല്ല, ഏതിന്റെ മോളിക്യൂൾ ഉണ്ട്? സൊല്യൂട്ടിന്റെ മോളിക്യൂൾ ഉണ്ട്. സൊല്യൂട്ടിന്റെ മോളിക്യൂളിനെ ഞാൻ ഡാർക്കൻ ചെയ്ത് കാണിക്കാൻ പോവാം. ഓക്കെ, സൊല്യൂട്ടിന്റെ മോളിക്യൂളും ഉണ്ട് ഇതിന്റെ സർഫസിലാണ്ട്. സൊല്യൂട്ടിന്റെ മോളിക്യൂളിനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഡാർക്കൻ ചെയ്ത് കാണിക്കും. ഇനി ഇതിന്റെ വേപ്പർ പ്രഷറിനെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. ഇവിടെ എല്ലാവരും വേപ്പറായിട്ട് മാറുമോ? നമ്മുടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇല്ലയോ? വേപ്പറായിട്ട് മാറുന്ന പാർട്ടികളുടെ എണ്ണം കുറയുന്ന ഈ സർഫസിലെ സോൾവെന്റിന്റെ പാർട്ടികൾ മാത്രമേ വേപ്പറായിട്ട് മാറൂ. ആരും മാറത്തില്ല. സൊല്യൂട്ട് പാർട്ടികൾ വേപ്പറായിട്ട് മാറത്തില്ല. എന്നാലും സ്വാഭാവികമായിട്ടും അവയുണ്ടാക്കുന്ന പ്രഷറിനകത്ത് എന്തോ സംഭവിക്കും? കുറവ് സംഭവിക്കുക ചെയ്യുന്നു.
അത് മനസ്സിലായില്ലേ? ഒരു സോൾവെന്റ് എടുത്തിട്ട് അതിനകത്ത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ വേപ്പർ പ്രഷർ കുറയും. കാരണം സർഫസിലുള്ള നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ പാർട്ടിക്കിൾസ് ഒരു കാരണവശാലും എന്തുകൊണ്ട് മാറത്തില്ല? വേപ്പറായിട്ട് മാറത്തില്ല. അവസാനം ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ വേപ്പർ പ്രഷർ കുറയുന്നത്? സിമ്പിൾ ആയിട്ട് പറയാം, സർഫസിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ടൂടെ വരും, ആ ഒരു കാരണവശാലും വേപ്പറായിട്ട് മാറത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ എന്താ പറയുക ചെയ്യുന്നത്? വേപ്പർ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. ഈ ടോപ്പിക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ കടക്കുന്നത്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടുണ്ടോ അറിയത്തില്ല, ചെറിയ ക്ലാസ്സിലൊക്കെ ഐഡിയൽ സൊല്യൂഷൻ. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചും നോൺ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചും. ഫസ്റ്റ് നമുക്ക് ഐഡിയൽ സൊല്യൂഷനെ പറയാം. റോൾസ് ലോ ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ പറയാം. എന്താണ്? റോൾസ് ലോ ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷനെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മളൊരു നിശ്ചിത റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ കൂടെ പറയാം. ഒരു നിശ്ചിത റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിൽ ഒരു സൊല്യൂഷൻ റോൾസ് ലോ ഒബേ ചെയ്യുമെങ്കിൽ അതിനെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. ഈ ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ഞാൻ പറയാൻ പോവാം. ചിലപ്പോൾ എക്സാമിന് കുറച്ച് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് സൊല്യൂഷൻ ഓഫ് നോർമൽ ഹെക്സൈൻ, സൊല്യൂഷൻ ഓഫ് നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെക്ടേൻ, സൊല്യൂഷൻ ഓഫ് നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെക്ടേൻ. രണ്ട്, സൊല്യൂഷൻ ഓഫ് ബെൻസീൻ ആൻഡ് ടുളുവിൻ, സൊല്യൂഷൻ ഓഫ് ബെൻസീൻ ആൻഡ് ടുളുവിൻ. മൂന്നാമത്തെ എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് ക്ലോറോയെഥീൻ, ക്ലോറോയെഥീൻ അല്ല ക്ലോറോഈഥീൻ, ക്ലോറോഈഥീൻ ആൻഡ് ബ്രോമോഈഥീൻ, ബ്രോമോഈഥീൻ. മറക്കത്തില്ലല്ലേ? സിമ്പിൾ അല്ലയോ? നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെക്ടേൻ, ബെൻസീൻ ആൻഡ് ടുളുവിൻ, ക്ലോറോഈഥീൻ ആൻഡ് ബ്രോമോഈഥീൻ. ഇതെല്ലാം ഏത് എക്സാമ്പിൾ ആണ്? ഐഡിയൽ സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ +2 എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നു. ആ ക്വസ്റ്റ്യൻ വന്ന മെത്തേഡിനെ കുറിച്ച് അറിയാം. നമ്മുടെ ഈ സൊല്യൂഷനകത്ത് എ എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ് കേട്ടത്. എ എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ് കേട്ടത്. അന്നേരം സൊല്യൂട്ട് ഭാഗത്ത് നമ്മൾ ഇന്ററാക്ഷൻ എഴുതാം, എ ഇന്ററാക്ഷൻ എന്ന് പറയാം. ഇനി അവിടുത്തെ സോൾവെന്റിനെ ഞാൻ ഇപ്പം ബി എന്ന് എടുക്കുന്നത്. ബി എന്ന് പറയുന്നത് സോൾവെന്റ് ആണെന്ന് ഇരിക്കട്ടെ. അന്നേരം സോൾവെന്റ് ഭാഗത്ത് നമ്മൾ ഇന്ററാക്ഷൻ എങ്ങനെ എടുക്കാം? ബി ഇന്ററാക്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ എങ്ങനെ എടുക്കാം? സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ, സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷനെ നമ്മൾ എങ്ങനെ എടുക്കാം? എ ബി എന്ന് എടുക്കാം, എ ബി എന്ന് എടുക്കാം. പോയിന്റോടെ എടുക്കാൻ പോവാ. ഈ സൊല്യൂഷൻ ഐഡിയൽ ആവണമെങ്കിൽ, നമ്മൾ എടുക്കുന്ന ഒരു സൊല്യൂഷൻ ഐഡിയൽ ആവണമെങ്കിൽ ആ സൊല്യൂഷൻസിന്റെ ഒക്കെ കേസിൽ എ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ബി ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ ഏകദേശം സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷന് തുല്യമായിട്ട് വന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡിയൽ ആയിരിക്കും. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു ഐഡിയൽ സൊല്യൂഷൻ ഒന്നും ഇല്ല. ഏകദേശം ഐഡിയൽ എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ പ്രധാനപ്പെട്ട ഒന്നുകൂടെ പറയാം. സൊല്യൂഷൻ ഓഫ് നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെക്ടേൻ. രണ്ട്, സൊല്യൂഷൻ ഓഫ് ബെൻസീൻ ആൻഡ് ടുളുവിൻ. മൂന്ന്, ക്ലോറോഈഥീൻ ആൻഡ് ബ്രോമോഈഥീൻ. ഇവയൊക്കെയാണ് ഐഡിയൽ സൊല്യൂഷൻ. എ അല്ലെങ്കിൽ ബി ഇന്ററാക്ഷൻ ഏകദേശം തുല്യമായിട്ട് വരണം. എ ബി ഇന്ററാക്ഷൻ തുല്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. ഐഡിയൽ സൊല്യൂഷൻ ഐഡിയൽ പ്രോപ്പർട്ടി കാണിക്കാത്തവ എന്തായിരിക്കും? ഐഡിയൽ പ്രോപ്പർട്ടി കാണിക്കാത്തവ എന്തായിരിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. ഐഡിയൽ പ്രോപ്പർട്ടി കാണിക്കുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? നോക്കണേ, ഞാനിപ്പം റോൾസ് ലോ ഉപയോഗിച്ച് ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിച്ചു. റോൾസ് ലോ ഉപയോഗിച്ച് ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് 100 ആയിട്ട് കേട്ടെ. ഞാൻ വെറുതെ കമ്പയർ ചെയ്തതാ 100. റോൾസ് ലോ ഉപയോഗിച്ച് 100 കിട്ടി. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷന്റെ കേസിൽ അതിന്റെ വാല്യൂ വേപ്പർ പ്രഷറിന് കിട്ടിയിരിക്കുന്നത് 105 ആണ്. നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷന്റെ കേസിൽ അതിന്റെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 105 ആണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്?
റോൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതലാണ് വന്നിരിക്കുന്നത്. കൂടുതൽ വന്നത് എന്ത് ഡീവിയേഷൻ ആയിരിക്കും? എന്തിന് വ്യത്യാസമാണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിച്ചിട്ടുള്ള ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഇനി നേരെ മറിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന വേപ്പർ പ്രഷർ റോൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് കുറവാണെങ്കിലോ അത് കാണിക്കുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. അത് ഈ രണ്ട് കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. അത് നമുക്ക് പോസിറ്റീവിലോട്ട് വരാം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എന്താ പ്രത്യേകത പറയുമോ? പ്രത്യേകത ഇത്രയേ ഉള്ളൂ. അവയുടെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എ ബി ഇന്ററാക്ഷൻ ഇല്ലയോ, സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഇല്ലയോ, എ ബി ഇന്ററാക്ഷൻ. ഈ എ ബി ഇന്ററാക്ഷൻ എ ഇന്ററാക്ഷനേക്കാളും ബി ബി ഇന്ററാക്ഷനേക്കാളും കുറവാണ്. അതല്ല പോസിറ്റീവ് ഡീവിയേഷൻ കേസിൽ എ ബി ഇന്ററാക്ഷൻ എ ഇന്ററാക്ഷനേക്കാളും ബി ബി ഇന്ററാക്ഷനേക്കാളും കുറവാണ്. അങ്ങനെ കുറഞ്ഞിരിക്കുമ്പോൾ എന്തോ സംഭവിക്കും? നമ്മുടെ സൊല്യൂഷനകത്തുള്ള എയും ബിയും ഒക്കെ പെട്ടെന്ന് എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. അതോ എല്ലാം വേപ്പറായിട്ട് മാറണമെങ്കിൽ അവ എന്ത് ചെയ്യും? അവയെല്ലാം തന്നെ പ്രഷർ എക്സർട്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ഒരു കാര്യം മനസ്സിലായില്ലോ? ഇവിടെ ഇന്ററാക്ഷൻ എ ബി ഇന്ററാക്ഷൻ കുറവാണ്, എ ഇന്ററാക്ഷനും ബി ബി ഇന്ററാക്ഷനുമാണ് കൂടുതൽ. അതുകൊണ്ട് സൊല്യൂട്ടർ സോൾവെന്റ് ഒക്കെ പെട്ടെന്ന് വേപ്പറായിട്ട് മാറുകയും ചെയ്യും. അത് എക്സർട്ട് ചെയ്യുന്ന പ്രഷർ കൂടുകയും ചെയ്യും. അവ കാണിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുള്ള എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ചാല് കാർബൺ ഡൈ സൾഫൈഡ് സൊല്യൂഷൻ. എങ്ങനെയാണ്? കാർബൺ ഡൈ സൾഫൈഡ് സൊല്യൂഷനെ എന്തുമായിട്ട് മിക്സ് ചെയ്യുന്നറിയാമോ? അസറ്റോണുമായിട്ട് മിക്സ് ചെയ്യുന്ന. കാർബൺ ഡൈ സൾഫൈഡ് സൊല്യൂഷനെ അസറ്റോണുമായിട്ട് മിക്സ് ചെയ്യുന്ന. രണ്ടാമത്തെ എക്സാമ്പിൾ എഥനോളിനെ അസറ്റോണുമായിട്ട് മിക്സ് ചെയ്യുന്ന. എഥനോളിനെ അസറ്റോണുമായിട്ട് മിക്സ് ചെയ്യുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അങ്ങനെയാണെങ്കിലോ എക്സാമ്പിൾ പറഞ്ഞല്ലേ, കാർബൺ ഡൈ സൾഫൈഡും അസറ്റോണും അതുപോലെ എഥനോളും അസറ്റോണും രണ്ട് കേസിൽ ഞാൻ എടുക്കുന്ന അസറ്റോണാണ്. ഒരാളുടെ കാർബൺ ഡൈ സൾഫൈഡും അടുത്ത കേസ് ചെയ്ത് വന്നേക്കുന്നത് എഥനോളും വന്നേക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷനെ കുറിച്ച് പറയാം. നെഗറ്റീവ് ഡീവിയേഷൻ കേസിൽ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? നെഗറ്റീവ് ഡീവിയേഷന്റെ കേസിൽ എ ബി ഇന്ററാക്ഷൻ ആയിരിക്കും നേരത്തെ കുറവായിരുന്നു. ഇവിടെ എ ബി ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും. ഇതിനേക്കാൾ കൂടുതലായിരിക്കും. എ ഇന്ററാക്ഷനേക്കാളും ബി ബി ഇന്ററാക്ഷനേക്കാളും കൂടുതലായിരിക്കും ഇത് എ ബി ഇന്ററാക്ഷൻ. അവിടെ നമ്മുടെ സൊല്യൂഷൻ ഇരിക്കുക. സൊല്യൂഷനകത്ത് എ ബി നല്ല ഇന്ററാക്ഷനാണ്. സൊല്യൂട്ടും സോൾവെന്റും ഒക്കെ നല്ല ഫോഴ്സിൽ അട്രാക്ട് ചെയ്തിരിക്കുക. അങ്ങനെ അട്രാക്ട് ചെയ്തിരിക്കുമ്പം ഇവയെ പെട്ടെന്ന് അങ്ങോട്ട് വേപ്പറായിട്ട് മാറുമോ? ഒരു കാരണവശാലും മാറത്തില്ല. അങ്ങനെയുള്ള കേസിൽ എന്തോ സംഭവിക്കും? ഒരു വേപ്പറായിട്ട് മാറിയാൽ പ്രഷർ ഉണ്ടാവോ? വേപ്പർ പ്രഷർ കുറയും. റോൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ കുറവായിരിക്കും. സോ അവ ഏത് ഡീവിയേഷൻ കാണിക്കുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ എക്സാമ്പിൾ കാണാലോ. ഇവയ്ക്കുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുക. ഇവയ്ക്കുള്ള എക്സാമ്പിൾ ഒന്ന് അനിലിനെ ഫീനോളുമായിട്ട് മിക്സ് ചെയ്യുന്ന. അനിലിനെ എന്താണ് മിക്സ് ചെയ്യുന്ന? ഫീനോളുമായിട്ട് മിക്സ് ചെയ്യുന്ന. അതൊരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ അസറ്റോൺ എടുക്കുന്ന. ഈ അസറ്റോണിനെ ക്ലോറോഫോമുമായിട്ട് മിക്സ് ചെയ്യുന്നു. അസറ്റോണിനെ ഏതായിട്ട് മിക്സ് ചെയ്യുന്നത്? ക്ലോറോഫോമുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഈ രണ്ട് എക്സാമ്പിളും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് എക്സാമ്പിൾ ആണ്. 4 എക്സാമ്പിൾ ആയി. 4 എക്സാമ്പിൾ ഏതൊക്കെയാ? പോസിറ്റീവ് ഡീവിയേഷൻ ഏതൊക്കെയാണ് എക്സാമ്പിൾ? പോസിറ്റീവ് ഡീവിയേഷന്റെ അവിടെ രണ്ട് കേസിൽ അസറ്റോൺ കോമ്പൗണ്ട് ഉണ്ട്. ഒന്നാമത്തെ കേസിൽ അസറ്റോണിനെ എഥനോളുമായിട്ട് മിക്സ് ചെയ്യുന്ന. രണ്ടാമത്തെ കേസിൽ അസറ്റോണിനെ ഏതോട്ട് മിക്സ് ചെയ്യുന്നത്? അസറ്റോണിനെ കാർബൺ ഡൈ സൾഫൈഡുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻ കേസിൽ എന്താ സംഭവിച്ചത്? അനിലിനെ ഫീനോളോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അടുത്ത കേസിൽ ക്ലോറോഫോമിനെ അസറ്റോണായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫ് എന്നത് എക്സാമിൽ ചോദിക്കും. ഇത് ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു ഗ്രാഫ് പഠിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അടുത്ത വരയ്ക്കാൻ എളുപ്പമായി. ഞാനിത് ഇവിടെ കമ്പയർ ചെയ്ത് വരയ്ക്കാൻ പോവാം. ഫസ്റ്റ് ഇവിടെ വരയ്ക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അതന്നെ നെക്സ്റ്റ് വരയ്ക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. നേരത്തെ വരച്ച ഒരു ഗ്രാഫുമായിട്ട് സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. എങ്ങനെ എഴുതുന്ന വെച്ചാൽ നോക്കി. ഞാൻ ഇവിടെ ഈ കൈവണ്ണി ഇവിടെ വേണേലും എടുക്കാം. ഞാൻ ഇവിടെ എടുക്കാന്ന് കേട്ടെ. കൈവണ്ണ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണെന്ന് കേട്ടെ. കൂടി എന്തുമായിട്ട് വന്ന
1 ആയിട്ട് വരുന്നോ? y1 1 ആവുന്നോ? ആ കേസിൽ കിട്ടുന്ന ഗ്രാഫാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. അപ്പൊ ആ കേസിൽ കിട്ടിയ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ വരയ്ക്കട്ടെ, സ്ട്രെയിറ്റ് ആയിട്ടുണ്ടോ? എന്നാലും ആ കേസിലുള്ള ഗ്രാഫ് ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? P1 നെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ പോയിന്റ് എന്തായിരിക്കാം? P01 ആയിരിക്കും. ഇനി അടുത്ത ഗ്രാഫ് വെച്ചല്ലോ. അടുത്ത ഗ്രാഫ് എങ്ങനെയാ? കൈറ്റിന്റെ കേസിൽ ഇവിടെ കൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ 0 കൂടി എന്തോ 0 കൂടി ഇവിടെ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് കൈറ്റ് എന്ന് പറയുന്നത് എന്തോ 1 ആവും. ഞാൻ കേസിലുള്ള ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? അവിടെ ഇപ്പം നമ്മുടെ വേപ്പർ പ്രഷർ കൂടുതലാണ് കിട്ടുന്നത്. ഇവിടെ വേപ്പർ പ്രഷർ ആണ് എടുക്കുന്നത്. വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രാഫ് മുകളിലോട്ട് ആയിരിക്കും. നമ്മൾ കണക്ട് ചെയ്യും. ഈ ഗ്രാഫ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് P2 നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ പീക്ക് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്താലോ? ഇവിടെ പീക്ക് തമ്മിൽ കണക്ട് ചെയ്യുന്നോ? കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഈ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം P ടോട്ടലിലേക്കാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചത്. ഞാൻ ഈ വരച്ചേക്കുന്നത് ഒരു ഐഡിയൽ സൊല്യൂഷൻ കേസുള്ള ഗ്രാഫാണ് ഈ വരച്ചേക്കുന്നത്. ഐഡിയൽ ആണെങ്കിൽ ഈ രീതിയിൽ കിട്ടും. നമ്മുടെ റോൾസ് വെച്ച് ഐഡിയൽ ആണെങ്കിൽ ഈ രീതിയിലാണ് ഗ്രാഫ് കിട്ടുന്നത്. ഇനി പോസിറ്റീവിന്റെ കേസിൽ ഇവിടെ എന്ത് മാറ്റമാണ് വരുന്നത്? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോൾസ് ലോ ബേസ് കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്ന് കൂടുതലാണ് വരുന്നത്. എന്നുവെച്ചാല് ഈ ഗ്രാഫിന് മുകളിലായിരിക്കും. നമുക്ക് ഈ കിട്ടിയ ഗ്രാഫിന്റെയും മുകളിലായിരിക്കും, ഓരോ ലൈനിന്റെയും മുകളിലായിരിക്കും. ആ വേരിയേഷൻ ഞാൻ നോക്കിയേ. ഞാൻ ഈ കൈവണിന്റെ ഗ്രാഫ് ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഇവിടെ പോസിറ്റീവ് ഡിവിഷൻ ആകുമ്പോൾ ഇതിന്റെ മുകളിലാണ് ഇങ്ങനെ കൂടി വന്നാൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അന്നേരം കൈറ്റിന്റെ കേസിലോ? കൈറ്റിന്റെ കേസ് ഇങ്ങനെയാണ് ഐഡിയലൈസ് കിട്ടിയത്. പോസിറ്റീവ് ആകുമ്പോൾ ഇതിന്റെ മുകളിലൂടെയാണ് ഇങ്ങനെ കൂടി വന്നാൽ ഈ പോയിന്റ് അവസാനിക്കുക ചെയ്യുന്നത്. ഇനി ടോപ്പിലോ? P ടോട്ടൽ കേസിലും ഈ സ്ട്രെയിറ്റിന്റെ മുകളിലോട്ടായിരുന്നു പോസിറ്റീവ് വരുന്നത്. പോസിറ്റീവ് ആകുമ്പോൾ ഇങ്ങനെ കൂടി വരുന്നു. ഈ ഒരു പോയിന്റ് ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സിമ്പിൾ ഗ്രാഫ് നോക്കുക. ഗ്രാഫ് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിലോട്ട് ഡാറ്റ ചെയ്ത് പോയപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ഗ്രാഫിന്റെ താഴോട്ടായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം കിട്ടിയ ഗ്രാഫിനാണ് ഇങ്ങനെ വര പോയെന്ന് വെച്ചാൽ ഗ്രാഫ് എന്ന് വെച്ചാൽ അതിന്റെ താഴോട്ടായിരിക്കും ഈ രീതി വരയ്ക്കുന്നത്. ഞാൻ എന്തുവരെ ഒന്ന് വരച്ചേക്കാം. നെഗറ്റീവ് ഡീവിയേഷൻ വരയ്ക്കുന്നത് ഇവിടെ കൈവൺ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ആകുമ്പോൾ കൈവൺ എന്ന് പറയുന്നത് 1 ആവും. നേരെ തിരിച്ച് ഇവിടെ കൈറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ആകുമ്പോൾ കൈറ്റ് എന്ന് പറയുന്നത് 1 ആവും. കിട്ടിയ ഗ്രാഫ് എങ്ങനെയായിരുന്നു? പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. കൈവണിന്റെ കേസിൽ ഈ രീതിയിൽ കിട്ടി, കൈറ്റിന്റെ കേസിൽ ഈ രീതിയിൽ കിട്ടി. ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇത് ഐഡിയലാണ്. നെഗറ്റീവിന്റെ കേസിൽ എന്താ സംഭവിക്കും? നെഗറ്റീവിന്റെ കേസിൽ ഇവിടെ P1 P2 ഒക്കെയാണ്, ഇനി ഒന്നും എഴുതുന്നില്ല. നെഗറ്റീവിന്റെ കേസിൽ ഈ ഗ്രാഫിൽ നിന്ന് താഴെ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഗ്രാഫിൽ നിന്ന് താഴെ നമ്മൾ എങ്ങനെ കിട്ടും? ഈ ഗ്രാഫിന്റെ താഴെ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇതിന്റെ താഴോട്ട് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇനി ഈ ഗ്രാഫിന്റെ താഴോട്ടോ ഈ രീതിയിലായിരിക്കും കിട്ടുന്നത്. ഈ ഗ്രാഫിന്റെ താഴോട്ടോ ഈ രണ്ട് വരയ്ക്കാണെങ്കിൽ ഈ രീതിയിൽ ആയിരിക്കും അതിന്റെ വാല്യൂ കിട്ടുന്നത്. ഇതാണ് നെഗറ്റീവ് ഡീവിയേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഡാറ്റ ചെയ്ത് വരച്ചതിന് ഈ ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയുടെ വ്യക്തമാവും. ഗ്രാഫ് നോക്കിയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഗ്രാഫ് കണ്ടുപിടിക്കും. ഈ ഒരു സ്വഭാവം കാണിക്കുന്ന സൊല്യൂഷൻ എക്സാമ്പിൾ എടുക്കുക. എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇങ്ങനെ കാണിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്യും. നമ്മളൊരു ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് വെച്ചാൽ രണ്ട് തരത്തിലുള്ള സൊല്യൂഷനെ കുറിച്ച് അറിയണം. ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് വെച്ചാൽ റോൾസ് ലോ ഉപയോഗിച്ച് ചെയ്യും. അവിടെ AA അല്ലെങ്കിൽ BB ഇന്ററാക്ഷൻ AB ഇന്ററാക്ഷൻ തുല്യമായിരിക്കും. അവയുടെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ എക്സാമ്പിൾ ക്ലോറോ ഈഥീൻ ആൻഡ് ബ്രോമോ ഈഥീൻ, ബെൻസീൻ ആൻഡ് ടോളുവിൻ, അവയൊക്കെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷന്റെ അവിടെ AB ഇന്ററാക്ഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷനിലൂടെ AB ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും. അതൊക്കെയുള്ള എക്സാമ്പിൾസ് ഗ്രാഫ് തന്നെ കിട്ടും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് അസിയോട്രോപ്സ് എന്ന് പറഞ്ഞ എക്സാം ചോദിക്കാം. എന്താണ് അസിയോട്രോപ്സ്? ചിലപ്പോൾ അതിന്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാം. ഇതിന് അറിയപ്പെടുന്ന പേര് എന്താണ്? അതിനുള്ള എക്സാമ്പിൾ ഇത് ഞാൻ പറയുന്നത് അസിയോട്രോപ്സ്. എന്താണ് അസിയോട്രോപ്സ്? ഞാൻ ഒരു പോയിന്റ് ആയിട്ട് പറയാം. നമുക്ക് ഈ അസിയോട്രോപ്സ് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ലിക്വിഡ്സിനെ മിക്സ് ചെയ്യുമ്പോഴായിട്ടുണ്ട്. രണ്ട് ലിക്വിഡിനെ മിക്സ് ചെയ്യുമ്പോഴായിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? രണ്ട് ലിക്വിഡിനെ മിക്സ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിൽ എങ്ങനെയാണെന്ന് കൊടുക്കാം? ബൈനറി മിക്സ്ചർ ആണ്.
ബൈനറി മിക്സ്ചർ ആണ്. രണ്ട് ലിക്വിഡിനെ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ അസിഡ് ഡ്രോപ്പ് ഉണ്ടാകുന്നത്. ബൈനറി മിക്സ്ചർ ആണ്. ഇനി അടുത്തൊരു പോയിന്റ്, ഈ അസിഡ് ഡ്രോപ്സിന് ലിക്വിഡ് സ്റ്റേറ്റിലും അതേപോലെ തന്നെ വേപ്പർ ഫേസിലും, ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷൻ ആയിരിക്കും. അതാണ് പ്രധാന പോയിന്റ്. അതുകൊണ്ടാണ് അവയെ അസിഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷൻ ആയതുകൊണ്ട് അതിനെ അസിഡ് ഡ്രോപ്പ് എന്ന് പറയും. അതേപോലെ they boil at constant temperature. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. ഒന്ന് രണ്ട് ലിക്വിഡിനെ മിക്സ് ചെയ്തിട്ടുണ്ട്, ബൈനറി മിക്സ്ചർ ആണ്. അവയ്ക്ക് ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷൻ ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, അവ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. നെക്സ്റ്റ്, ഇവിടെ രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഈ കമ്പോണന്റുകളെ നാം ഒരു കാരണവശാലും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുവഴിയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചൊന്നും ഇവയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചൊന്നും അസിയോട്രോപ്സിന്റെ കമ്പോണന്റ്സുകളെ ഒന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ അസിയോട്രോപ്സ് രണ്ട് രീതിയിലുണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്. അറിയാവുന്നത് ആ ബോയിലിംഗ് പ്രോപ്പർട്ടീസ് നോക്കിച്ചാൽ മതി. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്. അതേപോലെ തന്നെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് സാധാരണ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആയിരുന്നു. അതാണ് പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് ഏതായിരുന്നത്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആയിരുന്നു. അന്നേരം മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സോ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് വരുന്നത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. അടുത്ത എക്സാമ്പിൾ, ഫസ്റ്റ് കേസിനുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ എഥനോളിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നു. എഥനോളിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിനുള്ള ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ പറയണം നൈട്രിക് ആസിഡ്. ഇതാണ് നൈട്രിക് ആസിഡിനെ എടുത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏതാണ്? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ എന്താണ് അസിയോട്രോപ്സ്. രണ്ട് ലിക്വിഡിനെ മിക്സ് ചെയ്യുമ്പോഴാണ് അസിയോട്രോപ്സ് കിട്ടുന്നത്. അപ്പൊ ബൈനറി മിക്സ്ചർ ആണ്. അവയ്ക്ക് ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷൻ ആണ്. അതുപോലെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി അവയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് തരത്തിലുണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആരാ വരുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവയും. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് വരുന്നത് ആരാണ് വരുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവയാണ്. ഫസ്റ്റ് കേസ് എക്സാമ്പിൾ എഥനോൾ പ്ലസ് വാട്ടർ, രണ്ടാമത്തെ കേസ് നൈട്രിക് ആസിഡ് പ്ലസ് വാട്ടർ. നമ്മുടെ ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ് പരിചയപ്പെട്ട, രണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷന്, മൂന്ന് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡുകൾ, മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മാസ് ബൈ വോളിയം പെർസെന്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി. പിന്നീട് പരിചയപ്പെട്ടത് എന്താണ്? സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റി ഏതൊക്കെ കേസ് പഠിച്ചു? സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. അവിടെ ടെമ്പറേച്ചർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, പ്രഷർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്. അടുത്തത് സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്. അവിടെ പ്രഷർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, ഏത് ലോയാണ് വന്നത്? ഹെൻറിസ് ലോ. അതുപോലെ ടെമ്പറേച്ചർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, അവിടെ എന്താണ് പഠിച്ചത്? അക്വാട്ടിക് സ്പീഷീസ് തണുത്ത കാലാവസ്ഥയിലാണ് കൂടുതൽ സേഫ്. Then ഹെൻറിസ് ലോയുടെ ആപ്ലിക്കേഷൻസ് പഠിച്ചു. സ്ക്യൂബ ഡൈവേഴ്സിന്റെ കേസ്, സോഡാ വാട്ടറിന്റെ കേസ്, അതുപോലെ അനോക്സിയ എന്ന് പറയുന്ന കണ്ടീഷന്റെ കേസ് പഠിച്ച്, പിന്നീട് നമ്മൾ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ പഠിച്ച്, അവിടെ വന്ന ലോയാണ് റോൾസ് ലോ പഠിച്ച്. ഈ റോൾസ് ലോ എവിടെ അപ്ലൈ ചെയ്ത്? ഡാൽട്ടൺസ് ലോ അപ്ലൈ ചെയ്ത്. പിന്നീട് അവിടെ ഒരു പോയിന്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. നമ്മുടെ ഈ റോൾസ് ലോ എന്ന് പറയുന്നത് ഇതിന്റെ മോഡിഫൈഡ് ഫോം ആണ്, ഹെൻറിസ് ലോയുടെ ഒരു മോഡിഫൈഡ് ഫോം ആണെന്ന് പറഞ്ഞാൽ. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഒരു സോളിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, അവിടെ വേപ്പർ പ്രഷർ കുറയുക ചെയ്യുന്നത്, അതിനുള്ള റീസൺ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ,
എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിച്ചേർന്ന ഏത് ടോപ്പിക്കില് അസിയോട്രോപ്സ് മിനിമം ബോയിലിംഗ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയും ടോപ്പിക് ആകുമ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് ഏകദേശം ഹാഫ് ടോപ്പിക് കഴിഞ്ഞ. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് എക്സാമിൽ ചോദിക്കാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.